നമസ്കാരം. നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 27,212 ഇന്നത്തെ ഒരു ക്ലോസിംഗ് നിഫ്റ്റിക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? വരാൻ പോകുന്ന ഒരു ദിവസങ്ങളിലായാലും ഏതാണ് റൈറ്റ് ഏരിയ? ബൈ ആണ് ചെയ്യുന്നതെങ്കിൽ ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ബൈ ഓപ്പർച്യൂണിറ്റി ഏരിയ? ഷോർട്ട് സെൽ ആണെങ്കിൽ ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ഷോർട്ട് സെൽ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ട ഏരിയ? നിഫ്റ്റിയുടെ ഒരു കറന്റ് ട്രെൻഡ് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്? ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ബിജീഷ് ഉള്ളൂ, പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. ഇപ്പൊ നിഫ്റ്റിയിൽ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ 27,212 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കാം. ഇത് മാർക്ക് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ് കേട്ടോ. അതായത് സോറി, വരാൻ പോകുന്ന ഒരു ദിവസത്തെ സപ്പോർട്ട് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തതാണ്. ഞാൻ ഇന്നത്തെ മാർക്കറ്റ് സിറ്റുവേഷനിൽ സംഭവിച്ചത് നമുക്ക് ക്വിക്കായിട്ടൊന്ന് നോക്കാം. കാരണം ഓരോ ദിവസത്തെ ഒരു മാർക്കറ്റിലും നമ്മൾ മാനേജ് ചെയ്യുന്ന എപ്പോഴും മനസ്സിലാക്കണം. സംഭവിച്ചിരിക്കുന്ന ഒരു മിസ്റ്റേക്കുകളായാലും നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാനായിട്ട് ചെറിയൊരു മിസ്റ്റേക്കുമ്പോഴായിരിക്കും പലർക്കും വലിയ നഷ്ടങ്ങൾ വരുന്നത്. അത്തരം കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാനായിട്ട് കൃത്യമായിട്ട് നമുക്ക് ഓരോ ദിവസത്തെ ഒരു മാർക്കറ്റ് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടിയിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇന്നത്തെ മാർക്കറ്റിൽ സംഭവിച്ചത് നമുക്ക് നോക്കാം. ഇന്നത്തെ മാർക്കറ്റിൽ സംഭവിച്ചിരുന്നത് നിഫ്റ്റി റെസിസ്റ്റൻസ് ഏരിയയിലാണ് ഓപ്പൺ ചെയ്തിരുന്നത്. അതായത് ഈ ഒരു ലെവലിൽ നമ്മൾ സപ്പോർട്ട് നൽകിയിരുന്നത് 27,198. അതായത് 27,200 താഴെ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്താൽ വീക്ക്നെസ് ആണ്. ഷോർട്ട് സെല്ലിന് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകുക. അതുകൊണ്ട് തന്നെ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് സെല്ലിന് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകുന്ന രീതിയിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസ് നൽകിയിരുന്നത്. ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വിക്കായിട്ടുള്ള ഒരു ഫാള് മാർക്കറ്റിൽ വന്നിരുന്നു. എക്സാക്റ്റ് ആയിട്ട് നൽകിയിരിക്കുന്ന സപ്പോർട്ട് 27,155, 115 ഇതാണ് നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ച് നൽകിയിരുന്നത്. നമ്മളിവിടെ തുടർച്ചയായിട്ട് സപ്പോർട്ട് നൽകുന്നത് എന്തിനാണെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് കൺജസ്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഒരിക്കലും ഈ ഏരിയയിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. സപ്പോർട്ടിൽ നിലനിൽക്കുമ്പോൾ ഒരു കാരണവശാലും ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. അപ്പോൾ ഇൻ കേസ് ഇവിടുന്ന് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സിറ്റ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ്, റൈറ്റ് ഏരിയ ആണിത്. ഇവിടെ രണ്ട് സപ്പോർട്ടുകൾ നമ്മൾ നൽകിയിരുന്നു. നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസത്തെ വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ എക്സാക്റ്റ് ആയിട്ട് മനസ്സിലാവും. അതിനുശേഷം നമ്മൾ ഈ ഒരു ലെവലിൽ നിന്ന് 155 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ നമുക്ക് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സൂചിപ്പിച്ചായിരുന്നു. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്യാനില് 155 മുകളിലേക്ക് ആ ഒരു ഓപ്പണിങ്ങിന്റെ ആ ഒരു ടൈമിൽ തന്നെ സസ്റ്റെയിൻ ചെയ്തിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഷോർട്ട് സെല്ലേഴ്സിന്റെ മൊമെന്റം കുറഞ്ഞ അതിനുശേഷം പതിയെ പതിയെ ബയേഴ്സ് മൊമെന്റം ഏറ്റെടുത്തു. അതിനുശേഷം നമ്മൾ റെസിസ്റ്റൻസ് നൽകിയിരുന്നത് 27,200 റെസിസ്റ്റൻസ് നൽകിയിരുന്നത്. 200 അടുത്തുനിന്ന് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാനായിട്ട് സൂചിപ്പിച്ചായിരുന്നു. നമ്മൾ 27,198 നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ റെസിസ്റ്റൻസ് നൽകിയിരുന്നത്. 27,198. ഇപ്പൊ ഇതിന്റെ ഒരു താഴെയാണ് ഷോർട്ട് സെല്ല് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സൂചിപ്പിച്ചിരുന്നത്. പക്ഷെ സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു ലെവലിൽ നിന്ന് ഈ ഒരു ക്യാനില് 27,198 മുകളിൽ ക്ലോസ് ചെയ്തു. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്തതാണ്, അതിന് മുൻപത്തെ ദിവസത്തെ വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്തതാണ്, തുടർച്ചയായിട്ട് പറയുന്നതാണ്. ഇതിന്റെ മുകളിലേക്ക് റെസിസ്റ്റൻസിന് മുകളിലേക്ക് ക്യാനിൽ ക്ലോസ് ചെയ്താൽ പിന്നീട് സപ്പോർട്ട് ആദ്യത്തെ ഒരു അറ്റംപ്റ്റിൽ സപ്പോർട്ട് ഇതായിട്ട് മാറും. ഈ ഒരു ക്യാൻഡിന്റെ ലോ സപ്പോർട്ടായിട്ട് മാറും. കാരണം നമ്മൾ നൽകുന്ന റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് സിറ്റുവേഷൻ ഒരു പാനിക് സിറ്റുവേഷൻ അവിടെ ഷോർട്ട് സെല്ലേഴ്സിന് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു ലെവലിൽ ക്ലോസ് ചെയ്തത് കൊണ്ട് തന്നെ വീണ്ടും ഡിപ്പ് ഈ ഒരു ക്യാനിൽ വന്നപ്പോൾ തിരിച്ചു കയറി. ഇവിടെ നമുക്ക് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഇല്ല. കാരണം ഇതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് മാർക്കറ്റ് വീക്ക്നെസ് അല്ല, ബൈയിൽ തന്നെയാണ് മാർക്കറ്റ് നിലനിർത്തിയിരുന്നത്. കാരണം ഇവിടുന്ന് മുകളിലേക്ക് മൂവ് ചെയ്ത ഈ ബൈയുടെ കണ്ടിന്യൂഷൻ ആണ് മൂവ് ചെയ്തത്. പിന്നീട് വീണ്ടും താഴത്തേക്ക് വന്നു, വീണ്ടും മുകളിലേക്ക് പോയി. നമ്മൾ ഈ ഒരു ലെവലിൽ 27,230 അടുത്ത് റെസിസ്റ്റൻസ് നൽകിയിരുന്നു. അതിനുശേഷം വീണ്ടും താഴത്തേക്ക് വന്നപ്പോൾ അടുത്തൊരു ക്യാനിലും ഈ ഒരു ക്യാനിലും സപ്പോർട്ട് ചെയ്ത് നിലനിർത്തിയിരുന്നത് ഈ ഒരു സപ്പോർട്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും മനസ്സിലാക്കണം, മാർക്കറ്റിന്റെ ഒരു ട്രെൻഡ് ഇന്നത്തെ ഒരു ട്രെൻഡ് ബൈയിലായിരുന്നു. ഇപ്പൊ റെസിസ്റ്റൻസ് എത്തിയാലും എക്സാക്റ്റ് ആയിട്ട് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് കിട്ടണം. എന്നാൽ മാത്രമാണ് ആ ഒരു ഷോർട്ട് സെല് വർക്ക് ചെയ്യുള്ളൂ. ഇവിടുന്ന് മാർക്കറ്റിൽ അവസാനത്തെ ഒരു സെക്ഷനിൽ ഒരു ഫാള് വന്നെങ്കിലും ആ ഒരു മൊമെന്റം നമുക്ക് മാർക്കറ്റിൽ കിട്ടണമെന്നില്ല. അപ്പൊ എപ്പോഴും മൊമെന്റം ഓപ്പർച്യൂണിറ്റി എപ്പോഴും റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസിൽ നിന്നാണ് എപ്പോഴും കിട്ടുന്നത്. ഇൻ കേസ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തത്
ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ ഈ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ എത്തിയിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മിണ്ടാതിരിക്കുക. എല്ലാ മൂവ്മെന്റുകളും നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല, കാരണം മാർക്കറ്റിന്റെ ഒരു മൊമെന്റം എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കില്ല. പ്രത്യേകിച്ച് സി ഓപ്ഷൻ പി ഓപ്ഷൻസിൽ മൊമെന്റം എപ്പോഴും എല്ലായ്പ്പോഴും ഒരേ സമയം കിട്ടില്ല. ചില സമയങ്ങളിൽ മെൽറ്റ് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ ആ ഒരു മെൽറ്റ് ആകുന്ന ഒരു സമയത്ത് മാർക്കറ്റിൽ എൻ്റർ ആകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും റൈറ്റ് സപ്പോർട്ടിന്റെ അടുത്തൊന്നും റൈറ്റ് റെസിസ്റ്റൻസിന്റെ അടുത്തൊന്നും എൻട്രി എടുക്കാനായിട്ട് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ വരാൻ പോകുന്ന ഒരു ദിവസങ്ങളിലായാലും നമുക്ക് ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട്, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. സ്ട്രോങ് റെസിസ്റ്റൻസ് 27,242 അപ്പോൾ 242 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. പക്ഷേ ബൈർ ഓപ്പർച്യൂണിറ്റി ഇവിടെ യൂട്ടിലൈസ് ചെയ്താൽ മൊമെന്റം കിട്ടില്ല. 266ന്റെ മുകളിലേക്ക്, അതായത് ഇവിടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ച് തന്നിട്ടുണ്ടെങ്കിൽ 266ന്റെ മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ 242 സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ അടുത്ത റെസിസ്റ്റൻസ് 27,318 318ന്റെ മുകളിൽ പോയാലും 318ന്റെ താഴത്തേക്ക് വരുമ്പോൾ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന രീതിയിൽ മാനേജ് ചെയ്യുക. ഈ 300 ഏരിയ എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മാർക്കറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. കാരണം ഇതാണ് ട്രെൻഡ് റിവേഴ്സലിന്റെ ആ ഒരു ഏരിയ. ഈ ഒരു ലെവലിൽ എത്തുമ്പോൾ ഷോർട്ട് സെല്ലേഴ്സ് ആക്റ്റീവ് ആകാൻ സാധ്യതയുണ്ട്. പക്ഷെ കൃത്യമായിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, അതിന്റെ മുകളിൽ ബൈയേഴ്സ് എങ്ങനെയാണ് നിലനിൽക്കുന്നത് അനുസരിച്ച് മാനേജ് ചെയ്യുക. ഇൻ കേസ് ഈ ഒരു ലെവലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള മൊമെന്റത്തിന് ചാൻസ് കുറവാണ്. റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്നുള്ള ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി വന്നാൽ മൊമെന്റം കിട്ടും. ഇത് മൈനർ ആയിട്ടുള്ള സപ്പോർട്ടാണ് 27,185. ഇത് വർക്ക് ചെയ്യുമോ എന്നുള്ളത് അറിയില്ല. നല്ല സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ യെല്ലോ മാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയ ആണ്. ഇത് റേഞ്ച് ആണ്, 27,135 115 റേഞ്ച് ആണ്. ഇന്ന് വന്നിരിക്കുന്ന സപ്പോർട്ട് 115 135. ഈ റേഞ്ച് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് 27,115. 115ന്റെ താഴെ സസ്റ്റെയിൻ ചെയ്താൽ 27,135 സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അടുത്ത സപ്പോർട്ട് 27,055 ആണ്. 27,055 താഴെ അടുത്ത സപ്പോർട്ട് മൈനർ ആയിട്ടുള്ള സപ്പോർട്ട് 27,012 ഉണ്ട്. അത് വർക്കൗട്ട് ആവില്ല. അത് വർക്കൗട്ട് ആണെങ്കിൽ രണ്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് കൂടിയിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ വർക്കൗട്ട് ആവും. അതായത് ഇപ്പൊ 24,983 സപ്പോർട്ട് ഉണ്ട്. അതിനുശേഷം 27,945 സപ്പോർട്ട് ഉണ്ട്. 24,916 സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ മൈനർ ആയിട്ടുള്ള സപ്പോർട്ട് എങ്ങനെയാണ് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ആവുന്നതെങ്കിൽ 24,916 ഹോൾഡ് ചെയ്തുകൊണ്ട് 945ന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത ഈ ഒരു സപ്പോർട്ട് സ്ട്രോങ് ആയി. 24,916 സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇങ്ങനെയാണ് ഈ ഒരു സപ്പോർട്ട് മാനേജ് ചെയ്യേണ്ടത്. അതായത് തൊട്ടടുത്ത് വരുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇതേ രീതിയിൽ ചെയ്യേണ്ടത്. അതായത് ഒരു 30 പോയിന്റ് ഡിഫറൻസിലൊക്കെയാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് എങ്കിൽ ആ ഒരു ലെവലാണ് ഇതേ രീതിയിൽ മാനേജ് ചെയ്യേണ്ടത്. അതിനുശേഷം സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് 24,862 24,835 835ന്റെ താഴെ പോയാലും 835ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ബൗൺസ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, 800ന്റെ അടുത്ത് എത്തുകയാണെങ്കിൽ ഇപ്പൊ ഇന്നത്തെ ഒരു നാളത്തെ ഒരു എക്സ്പയറിയിൽ എത്തുമെന്ന് അറിയില്ല. പക്ഷെ വരാൻ പോകുന്ന ഒരു ദിവസങ്ങളിലായാലും 800ന്റെ അടുത്ത് എത്തുകയാണെങ്കിൽ അത് ഷോർട്ട് സെല്ലേഴ്സിന്റെ ടാർഗറ്റ് ആണ്. മാർക്കറ്റ് ആ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്യാനോ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അതുപോലെ തന്നെ ഇത്തരം സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും. ഹയർ ലെവലിലേക്ക് വേറെ 318ന്റെ മുകളിൽ വേറെ റെസിസ്റ്റൻസ് നമ്മൾ നൽകുന്നില്ല, കാരണം നമുക്ക് അത് വർക്കൗട്ട് ആവില്ല. 318ന്റെ മുകളിൽ പോയാലും 318ന്റെ താഴെ നിലനിർത്തി കഴിഞ്ഞാൽ വീക്ക്നെസ് എന്ന് പറയുന്ന രീതിയിൽ മാനേജ് ചെയ്യുക. മാർക്കറ്റിലെ വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് വരാൻ പോകുന്ന ദിവസങ്ങളുടെ അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.